ത്തിനടിയിലായി. ഭരത റോഡിന്റെ കയറ്റമുള്ള ഭാഗം പതിവായി തകരുന്നതിനാൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. റോഡിന്റെ വശം ഒരടിയോളം താഴ്ചയുള്ളതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വലിയ വാഹനങ്ങൾക്ക് വശം ഒഴിഞ്ഞുകൊടുക്കാൻ ഇരുചക്ര വാഹനങ്ങൾക്കും സാധിക്കാത്ത സ്ഥിതിയാണ്. ഗതികെട്ട് നാട്ടുകാർ തന്നെ റോഡിന്റെ വശങ്ങൾ മണ്ണിട്ട് നികത്തി. ഉയർന്ന ഭാഗത്തു നിന്നും റോഡിലേക്ക് എത്തുന്ന വെള്ളം ശാസ്ത്രീയമായി ഒഴുക്കാൻ ഇവിടെ സംവിധാനമില്ല. ആലയങ്ങാട് ഭരത റോഡ് ശാസ്ത്രീയമായി പണി പൂർത്തിയാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CS നിഷാദ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പോലീസ് ASI PK സൈഫുദ്ദീൻ, യൂണിറ്റ് സെക്രട്ടറി KS അബ്ദുൽ ജബ്ബാർ, ട്രഷറർ പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. DYFI എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് NC ആർദ്ര അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ പഠനോപകരണ വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ്, CPM ലോക്കൽ സെക്രട്ടറി AV സതീഷ്, DYFI മേഖലാ ഭാരവാഹികളായ മിഖിൽ മണികണ്ഠൻ, PR അശ്വന്ത്, AA നസീബ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തരിച്ച കലാനാടക പ്രവർത്തകൻ VS മോഹൻദാസിനെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം സാംസ്കാരിക പ്രവർത്തകൻ ജോൺസൺ ചിറമൽ ഉദ്ഘാടനം ചെയ്തു. KB പ്രമോദ് അധ്യക്ഷത വഹിച്ചു. നവരശ്മി യൂണിറ്റ് സഹകാരി KL ആന്റണി, പെരുവന്നം സതീശൻ മാരാർ, CK ഭരതൻ, പ്രസാദ് അംഗത്തിൽ, സതീഷ് താഴ്ത്തുവീട്ടിൽ, ഗോപകുമാർ ഊരകം തുടങ്ങിയവർ സംസാരിച്ചു. ചായ്പൻകുഴി സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ്മാർ പോളി കണ്ണുകാടൻ ആദരം നിർവഹിച്ചു. വികാരി ഫാദർ ഡാനിയൽ വാരമുത്ത്, പ്രസിഡന്റ് വർഗീസ് പോറായി, AA പിയൂസ്, KM ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യക്കച്ചവടക്കാർക്കായി പ്രത്യേക ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്ന് ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. അഴീക്കോട് നടന്ന സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് PH റഹീം അധ്യക്ഷത വഹിച്ചു. MLA KK വത്സരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, ജില്ലാ രക്ഷാധികാരി PA ഹസൻ, ബാബുരാജ് മൂന്നുപീടിക തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ CDSന്റെ നേതൃത്വത്തിൽ ഓണക്കനി ആൻഡ് നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി JLG ഉൽപ്പന്ന വിതരണവും അയൽക്കൂട്ടങ്ങൾക്കായുള്ള തൈ വിതരണവും നടന്നു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സിന്ധു സോമൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സജിത സേതു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PG സനീഷ്, KP മദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. താന്യം പഞ്ചായത്തിന്റെയും അന്തിക്കാട് ജനമൈത്രി സമിതിയുടെയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണവും SSC സാംസ്കാരിക നിലയത്തിലെ ലൈബ്രറിയുടെ പ്രവർത്തന അവലോകന യോഗവും നടന്നു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മീന സുനിൽ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P രാമചന്ദ്രൻ, TV മദനമോഹനൻ, M സുഭാഷ് എന്നിവർ സംസാരിച്ചു. റോഡ് നിർമ്മാണ കരാർ കമ്പനിക്കെതിരെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ LDF കൌൺസിലർമാർ ഉപരോധ സമരം നടത്തി. നഗരസഭയുമായി റോഡ് നിർമ്മാണ കരാർ ഉണ്ടാക്കിയിരുന്ന ഓറിയന്റൽ കമ്പനിക്കെതിരെയാണ് സമരം നടത്തിയത്. ദേശീയപാത നിർമ്മാണത്തിനായി കൊടുങ്ങല്ലൂർ പ്രദേശത്തെ പുഴകളിൽ നിന്നും എടുക്കുന്ന മണ്ണ് ദേശീയപാതയിലേക്ക് കൊണ്ടുപോയിരുന്നത് നഗരസഭയുടെ റോഡുകളിലൂടെയാണ്. അമിതഭാരം കയറ്റിയുള്ള വാഹനങ്ങളുടെ സഞ്ചാരം മൂലം റോഡുകൾ തകർന്ന നിലയിലായി. ഇതേ തുടർന്ന് 5 റോഡുകൾ പുനർനിർമ്മിച്ചു നൽകുന്നതിന് ഓറിയന്റൽ കമ്പനി നഗരസഭയുമായി കരാറുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇതുവരെ നിർമ്മാണം ആരംഭിക്കാൻ സാഹചര്യത്തിലാണ് LDF സമരം ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ സമരം ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, CPI ജില്ലാ കൌൺസിൽ അംഗം PP സുഭാഷ്, PN രാമദാസ്, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, റസോജ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു.
അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖലയിൽ റംബൂട്ടാൻ മധുരം നിറയുന്നു. റോഡിന്റെ ഇരുഭാഗത്തും കച്ചവടം പൊടിപൊടിക്കുകയാണ്. കിലോയ്ക്ക് 200 മുതൽ 300 രൂപ വരെയാണ് വില. സംസ്ഥാനത്ത് പരിയാരം പഞ്ചായത്തിനെയാണ് റംബൂട്ടാന്റെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് ആളുകൾ റംബൂട്ടാൻ കൃഷി ചെയ്യുന്നു. വൻകിട തോട്ടങ്ങളും കാണാം. 2 പതിറ്റാണ്ട് മുമ്പ് പരിയാരത്ത് തുടക്കമിട്ട റംബൂട്ടാൻ കൃഷി പിന്നീട് മേലൂർ, കോടശ്ശേരി പഞ്ചായത്തുകളിലേക്കും വ്യാപിച്ചു. അങ്ങനെ ചാലക്കുടി റംബൂട്ടാന്റെ നാടായി മാറി. ഇവയുടെ തൈകൾ വിൽക്കുന്ന നഴ്സറികളും ധാരാളമുണ്ട്. മറ്റു ജില്ലകളിലേക്ക് പടർന്നെങ്കിലും ചാലക്കുടിയിലെ റംബൂട്ടാന്റെ രുചിയും മാധുര്യവും മറ്റൊരിടത്തും കിട്ടുന്നില്ലെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് നമ്മൾ കൊടുക്കാറ്. ഇത് സാധാരണ നമ്മളെ പരിയാരം പഞ്ചായത്തിലാണ് ഏറെ കൂടുതലായിട്ട് സുലഭമായിട്ട് കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ മേലൂര് പഞ്ചായത്തിൽ നല്ല രീതിയിൽ കർഷകർക്കൊരു സഹായം എന്നോണം നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മെയ് മാസത്തിലാണ് റംബൂട്ടാൻ വിളവെടുക്കുന്നത്. വിളവെടുപ്പ് കാലത്ത് വവ്വാലാണ് കർഷകന്റെ പൊതുശത്രു. രാത്രിയിൽ പറന്നെത്തുന്ന ഇവ ഓരോ ദിവസവും നൂറുകണക്കിന് പഴങ്ങൾ റാഞ്ചും. പകൽ കാക്കകൾ ഉൾപ്പെടെയുള്ള മറ്റു പക്ഷികളും ഭീഷണിയാണ്. മരം നൈലോൺ വല കൊണ്ട് മൂടിയാണ് കർഷകർ പക്ഷികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നത്. TCV ചാലക്കുടി. മായന്നൂർ KSRMS ഗ്രാമീണ വായനശാലയുടെ സഹകരണത്തോടുകൂടി ഒറ്റപ്പാലം നാട്യഗേഹം കലാ സാംസ്കാരിക സംഘടനയുടെ 19ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് G വസന്തകുമാരി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ്, സദനം കഥകളി അക്കാദമി സെക്രട്ടറി ഡോക്ടർ സദനം ഹരികുമാർ, നാട്യാചാര്യ കലാമണ്ഡലം അല്ലി റാണി, കൃഷ്ണൻ കാളിയത്ത് എന്നിവർ പങ്കെടുത്തു. മേജർ സെറ്റ് കഥകളി സംഘം അവതരിപ്പിച്ച കർണശപഥം, ദുര്യോധനവധം കഥകളി അരങ്ങേറി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ PS അഖിലിന്റെ നേതൃത്വത്തിൽ പുത്തൂർ ഡിവിഷനിൽ രക്തദാന നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. IMAയുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് MLA അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, മിനി കൃഷ്ണൻ, പഞ്ചായത്ത് ജനപ്രതിനിധികളായ ജയ ഗോപി, MM സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോണ പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എഴുത്തുനിരുത്തൽ ചടങ്ങ് നടത്തി. വികാരി ഫാദർ വർഗീസ് കുത്തൂർ, ഫാദർ ജിജോ തറയിൽ, ഫാദർ ജാക്സൺ തെക്കുംപിടിക എന്നിവർ കാർമ്മികരായി. ഡേവി പടിക്കല, വർഗീസ് പള്ളിപ്പുറത്തുകാരൻ, എഡിസൺ പാലിയക്കര എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ഏനാമാഖിൽ ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രഭാത താരം കോഞ്ചിറമുത്തി എന്ന വീഡിയോ ആൽബം പ്രകാശനം ചെയ്തു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ തോമസ് ചൂണ്ടൽ പ്രകാശനം നിർവഹിച്ചു. ഗാനരചന നിർവഹിച്ച പാവറട്ടി സ്വദേശി ഷാജി തരകനെ ചടങ്ങിൽ ആദരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ അധ്യക്ഷനായിരുന്നു. ഡീക്കൻ പ്രിൻസ് ആറുകാക്കൽ, തിരുനാൾ ജനറൽ കൺവീനർ KR പോൾസൺ, കോഞ്ചിറ ട്രസ്റ്റി KD ജോസ്, ഇടവക ട്രസ്റ്റി KD സ്റ്റീഫൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ CD ലിയോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന വേനൽ പറവകൾ ത്രിദിന പഠന ക്യാമ്പിന് തുടക്കമായി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AT ഹംസ, ഷാനി റെജി, V അനൂപ്, രതി ജനാർദ്ദനൻ, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബുധനാഴ്ച ക്യാമ്പ് സമാപിക്കും. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ഗുരുപ്രണാമവും വേദജ്യോതി പുരസ്കാര സമർപ്പണവും നടത്തി. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ പഠിതാക്കൾ ദക്ഷിണ നൽകി ആദരിച്ചു. കോഴിക്കോട് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിരാത്ര മഹായാഗത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ വിവേക് D ഷേണായിക്കാണ് വേദജ്യോതി പുരസ്കാരം നൽകിയത്. 12,345 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങിയ പുരസ്കാരം ആധ്യാത്മിക ആചാര്യൻ ഇരുനിലങ്കോട് ജ്ഞാനാനന്ദ കുടീരം മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി സമ്മാനിച്ചു. അഷ്ടപതി ആചാര്യൻ ജ്യോതിദാസ് ഗുരുവായൂർ, ഗായകൻ K മോഹനകൃഷ്ണൻ, മദ്യമയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണ പ്രവർത്തനത്തിന് ദേശീയ അംഗീകാരം ലഭിച്ച ലളിത മോഹൻ രാജ, അശ്വത് എന്നിവരെ ആദരിച്ചു. GNSS കേരള ചാപ്റ്റർ പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി GNSS സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു K നായർ, ട്രഷറർ K മോഹനകൃഷ്ണൻ, ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KT ശിവരാമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു.
ഏനാമാക്കൽ പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ കോഞ്ചിറ മുത്തയുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കോഞ്ചിറ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ തോമസ് ചൂണ്ടൽ കൊടിയേറ്റം നിർവഹിച്ചു. ഡീക്കൻ പ്രിൻസ് ആറ്റുകാക്കൽ സഹകാർമ്മികനായിരുന്നു. ജനറൽ കൺവീനർ KR പോൾസൺ, കോഞ്ചിറ ട്രസ്റ്റി KD ജോസ്, ഇടവക ട്രസ്റ്റി KD സ്റ്റീഫൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ CD ലിയോ തുടങ്ങിയവർ കൊടികയറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് ദേവാലയ ദീപാലങ്കാര സ്വിച്ച് ഓൺ നടക്കും. ശനിയാഴ്ച രാവിലെ 8-ന് ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. വൈകിട്ട് ഫാൻസി വെടിക്കെട്ട് നടക്കും. ശനി ഞായർ ദിവസങ്ങളിലായാണ് കോഞ്ചിറ തിരുനാൾ. ഇനി വാണിജ്യം. സിനിമാ താരം അശ്വതി ചന്ദ് കിഷോർ ദമ്പതികളുടെ ഏറ്റവും പുതിയ സംരംഭമായ കലോപ്സിയ പ്രൊഡക്ഷൻസ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിക്ക് സമീപം പാലക്കൽ അങ്ങാടിയിലെ മേനാച്ചേരി ബിൽഡിംഗിലാണ് കലോപ്സിയ പ്രൊഡക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചത്. സായി മീഡിയ എന്റർടൈൻമെന്റ്സിന്റെ ഫൗണ്ടറും ക്രിയേറ്റീവ് ഡയറക്ടറുമായ സായി വിഷ്ണു, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ വിനോദ്, സ്കൂൾ ഓഫ് ഡ്രാമ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് രമണൻ, ഡയറക്ടർ രാഹുൽ രാജ് എന്നിവരും അശ്വതി കിഷോർ ദമ്പതികളുടെ കുടുംബാംഗങ്ങളും ചേർന്ന് തിരിതെളിയിച്ചു. പരസ്യ നിർമ്മാണ രംഗത്ത് 10 വർഷത്തിലേറെ പരിചയസമ്പത്തുള്ള സായി മീഡിയ എന്റർടൈൻമെന്റ്സിനൊപ്പം കൈകോർത്താണ് കലോപ്സിയയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ഷൂട്ടിംഗ് ഫ്ലോർ, പോഡ്കാസ്റ്റിംഗ് ഷൂട്ടിംഗ് സെക്ഷൻ, മോഡേൺ ഫോട്ടോഗ്രാഫി, ബ്രാൻഡിംഗ് മേഖലയ്ക്ക് അനുയോജ്യമായ മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി മീഡിയ പ്രൊഡക്ഷൻ രംഗത്ത് വ്യത്യസ്തമായ സാന്നിധ്യമായി മാറുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. മലയാള ചലച്ചിത്ര രംഗത്തെ നിരവധി പരിചയസമ്പന്നരായ കലാകാരന്മാരുടെ പിന്തുണയോടെയാണ് കലോപ്സിയ പ്രൊഡക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചത്. ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നതിലുപരി ഏറ്റെടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും സൃഷ്ടിപരമായ മികവും വ്യക്തിമുദ്രയും പതിപ്പിക്കുകയാണ് കലോപ്സിയയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9744998828 അല്ലെങ്കിൽ 8848950408 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,610, പവന് 1,16,880. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ക്ഷേത്ര ദർശന വിവാദം അനാവശ്യമെന്ന മുഖ്യമന്ത്രി VD സതീശൻ. താൻ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. തന്റെ കൂടെ ഉണ്ടായത് ഒരു ഗൺമാൻ മാത്രമാണെന്നും മുഖ്യമന്ത്രി. വീണ്ടും ഇരുട്ടടിയായി ഇന്ധന വില വർധന. പെട്രോൾ ലിറ്ററിന് ₹2.61 ഡീസൽ ലിറ്ററിന് ₹2.71 വർദ്ധിപ്പിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ വില കൂട്ടുന്നത് 4ാം തവണ. പാവറട്ടിയിൽ അതിഥി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് മിനിമം കൂലി നിശ്ചയിച്ചു. നിർമ്മാണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികൾക്ക് 1,100 രൂപയും ഹെൽപ്പർക്ക് 950 രൂപയും നൽകാനാണ് ധാരണയായത്. തൃശൂർ നഗരത്തിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഡ്രൈവർക്ക് നിസ്സാര പരിക്ക്. തൃശൂർ ഷൊർണൂർ പാത അകമലയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.